ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ ഹരിത വിഷ്ണു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഷോർട്സിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് ഗ്രോത്ത് കുറവുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ റിപ്പീറ്റ് സ്കാൻ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. രാവിലെ തന്നെ കാർ യാത്ര ചെയ്തുകൊണ്ട് 2-3 വട്ടം ഛർദ്ദിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കിനും കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. റിസപ്ഷനിലൊന്നും നിൽക്കാൻ പോലും ഇടയില്ലാത്ത പോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ആദ്യമേ സ്കാൻ ചെയ്യാനാണ് പോയത്. അപ്പോൾ അവിടെ സ്കാൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ കണ്ടു. ഇപ്പോഴും ഗ്രോത്ത് കുറവാണെന്ന് തന്നെയാണ് പറയുന്നത്, പക്ഷെ കുഴപ്പമില്ലയെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് എനിക്ക് മരുന്നൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അന്നേരവും നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങി ഇറങ്ങിയപ്പോൾ പുറത്ത് നല്ല മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ടൗണിൽ കൂടെ ഒക്കെ പോയി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഹോൾസെയിൽ കടയിലാണ് പോയത്. അവിടെ ഈ കുഞ്ഞിന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് വാങ്ങണമായിരുന്നു. അങ്ങനെ അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അപ്പോൾ ഹോസ്പിറ്റൽ ബാഗിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ കുറച്ചായിട്ടാണ് വാങ്ങുന്നത്, ഒറ്റയടിക്ക് വാങ്ങുന്നില്ല. ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ 1-2 സാധനങ്ങളൊക്കെ വെച്ച് വാങ്ങും. അതുപോലെ തന്നെ കുറച്ച് ഓൺലൈനായിട്ടും വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ വേറൊരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ഒക്കെ പോലെ ഒരു വീഡിയോ ഇടാൻ നോക്കാം. എന്തായാലും ഹോസ്പിറ്റലിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ ഇനി 3 ആഴ്ച കഴിഞ്ഞിട്ട് ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെല്ലാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.